വേറിട്ട് പോയില്ലേ? ചന്ദ്രയുടെ അച്ഛന്റെ ഒരു ഔദാര്യവും സുധിയേട്ടന്റെ അച്ഛന് വേണ്ട. എന്നാലും പ്രായം ചെന്ന മനുഷ്യൻ കൊതുകടിയും കൊണ്ട് പോലീസിന്റെ ലോക്കപ്പില്, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആളെന്താരോ നോക്കി വേണ്ടേ കളിക്കാൻ? വലിയവരോട് കളിക്കുമ്പോ പരുക്ക് സ്വാഭാവികം. ഓട്ടോറിക്ഷയ്ക്ക് വെല്ലുവിളിയാകാം ടൂ വീലറിനോട്. സൂപ്പർ ഫാസ്റ്റിനോട് മുട്ടാൻ പോയ തവിട് പൊടി. നിർത്തി. അവളുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ഒരുപാട് സ്പീഡ് കൂടുമ്പോഴേ തലകുത്തി മറിയും. എല്ലാ ഗൂഢാലോചനയ്ക്കും ഒപ്പം നിന്നിട്ട് ഇപ്പൊ സിമ്പതി കാർഡും കൊണ്ട് വന്നേക്കുവാ. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ടൊരു മാപ്പ് പറയാനും സിധുടെ സമ്മതിക്കത്തില്ലല്ലേ? ആത്മാർത്ഥത. ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം കിതയ്ക്കുകയും ചെയ്യുന്ന നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട. സിദ്ധുവിന്റെ വാശിയുണ്ട്. കണ്ണുനീരിന്റെ തോരാ പെയ്ത്തുണ്ടാവുന്നത് സുധിയുടെ വീട്ടില്. ഓർത്തോണം. ഓടി എന്റെ മുൻപിന് പോവാൻ. ഞാനിപ്പോ പോവാം. പക്ഷെ ഇവിടെ മാത്രമല്ല, ഈ വീട് തന്നെ ഞാൻ അടക്കി ഭരിക്കും. അധികം താമസിയാതെ. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല, അതേ നടക്കൂ. കാരണം എന്റെ അച്ഛന്റെ പേര് നടേശൻ തമ്പിയെന്ന. വേണമെങ്കിൽ ക്രൂക്കഡ് തമ്പിയെന്ന് വിശേഷിപ്പിക്കാം. പറഞ്ഞ് ഫിനിഷ് ചെയ്യട്ടെ സിദ്ധുവേട്ട. എന്റെ അച്ഛൻ ആദ്യം തല വെട്ടാറില്ല, ചിറകുകളും മുറിച്ച് കളയത്തേയുള്ളൂ. എന്തിനാണെന്നോ? താൻ നഷ്ടപ്പെടുത്തിയ ചിറകുകളെ ഓർത്ത് തല ദുഃഖിക്കാൻ. നിർത്തടി. അപ്പനും മോളും ഒരു കാര്യം ഓർത്തോ, ഇന്ന് വിതയ്ക്കുന്നത് നാളെ കൊയ്യും. മനസ്സിൽ നീ ഇത് അടിവരയിട്ട് വെച്ചോ. 100 മീനി തിരികെ തരാത്ത ഏത് പാടവും കത്തിച്ച് കളയണമെന്ന പക്ഷക്കാരിയാ ഞാൻ. വഴിയെ പോകുന്ന വയൽക്കിളികൾക്ക് വേണ്ടി നമ്മളെന്തിനു വളമിടണം? ഇക്കാര്യം സിദ്ധുവേട്ടന് മനസ്സിൽ അടിവരയിട്ട് വെച്ചോ. വയൽക്കിളിയുടെ ചിറകുകള് മുറിയാതിരിക്കട്ടെ. ഞാൻ വിളിക്കാം. എന്തേ ചേച്ചി, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓ, നമുക്ക് ഹോസ്പിറ്റലിൽ പോണോ? അയ്യോ, എനിക്കൊരു അസുഖം ഇല്ലേ. പിന്നെ തൊണ്ടയ്ക്ക് ചെറിയൊരു കുത്തല്. ദേവികയെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞായിരുന്നോ? എടാ, എന്തിനാടാ വെറുതെ പ്രതീക്ഷ കൊടുക്കുന്നത്? ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി തോറ്റു. ഇനി കോടതിയിൽ കൂടെ പോയി തോക്കാൻ നിൽക്കണോ? അത് വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം. ആരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനൊന്നും ജാമ്യം കിട്ടത്തില്ല സിദ്ധുവേട്ട. വകുപ്പൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. നിന്റെ വകുപ്പ് നിന്റെ കയ്യിൽ വെച്ചാ മതി. അല്ല, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇന്നേ ഒരു സേമിയ പായസം വെച്ചു. അയ്യോ, ഞാനല്ല കേട്ടോ, ചന്ദ്രമോള വെച്ചത്. ഇത്തിരി മധുരം കൂടുതലാ. പിന്നെ നമുക്ക് മനസ്സിന് സന്തോഷം വരുമ്പോഴേ മധുരം ഇത്തിരി കൂടുതൽ വേണമല്ലോ അല്ലേ? നീ ഇതൊന്ന് കുടിച്ചു നോക്കിക്കേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. രണ്ടുപേരുടെയും ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഇത് വാങ്ങി ഞാൻ വലിച്ചെറിയണോ അതോ നിങ്ങൾ കൊണ്ടുപോകുന്നോ? എന്ത് ചെയ്യണം? നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല. നീ ഇതിവിടെ എടുത്തെറിഞ്ഞാലേ ഇത് ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ തന്നെ വേണമല്ലോ എന്ന് ഓർത്തിട്ടാ. അവന്റെ ഒരു ചങ്കടം. എന്നാ പിന്നെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്. ഇന്നൊരു ദുഃഖവെള്ളിയായിട്ട് ആചരിച്ച് കുറച്ച് കയ്പ് നീര് കഞ്ഞിയും കുടിച്ച് ഇവിടെ അങ്ങ് ഇരി. നീ മാമോളെ. മനോഹരന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചില്ല. ഒരു മനനിമ്മതിയില്ല. നെഞ്ചരിച്ചിൽ വരുമ്പോ എനിക്കങ്ങ് വിശപ്പ് കൂടും. എടി പാർവതി, എന്താ? ഒന്നിങ്ങോട്ട് വാടി. ഇച്ചിരി ചോറും കൊണ്ടിട്ടേ. ചോറിടാനാ പറഞ്ഞേ. ഇച്ചിരി ചാറോട് ഒഴിക്കും. അല്ല, നീ കഴിച്ചോ? മനോഹരേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോ
എനിക്കൊരു തുള്ളി വെള്ളം തൊണ്ടി നിറങ്ങില്ലമ്മ. നമ്മളിവിടെ പട്ടിണി ഇരുന്ന മനോഹരന്റെ വയറ് നിറയുവോ? ഇല്ല. അമ്മേ, മുത്തശ്ശി, ഉം, അച്ഛന് ഭക്ഷണമൊക്കെ ഞാൻ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓ, അതിനുള്ള കാശും കൈമണിയും പോലീസുകാർക്ക് കൊടുക്കുകയും ചെയ്തു. ആണോ ശരത്തുമോനെ? അതേനേ, ഫിഷ് കറി മീൽസ്, ബിരിയാണി, പൊറോട്ടയും ചാപ്സും, അല്ലെങ്കിൽ പൊരിച്ച കോഴിയും ചപ്പാത്തി, എന്ത് വേണമെങ്കിലും അച്ഛൻ അവർ വാങ്ങിച്ചു കൊടുത്തോളൂ. ഇത്രയും കൂട്ടമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നേനെ. ഈ മരിച്ച കോഴിയും ചപ്പാത്തിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാ. മുത്തശ്ശി, മരിച്ച കോഴിയല്ല, പൊരിച്ച കോഴി. എന്തുവാ ഇത്? മരിച്ചു കഴിഞ്ഞിട്ടല്ലേ പൊരിക്കുന്നേ? കൊള്ളപ്പൂച്ചെ പോലെ പാത്തും പതുങ്ങിയൊക്കെ വന്നല്ലോ. എന്തോ നടി? അച്ഛന് നാളെ ജാമ്യം കിട്ടും. അയ്യോടാ, നിനക്കെന്താ വല്ല വെളിപാടും കിട്ടിയോ? വെറുതെ പിച്ചും പേയും പറയാൻ വന്നേക്കുന്നു. കൊള്ളാവുന്ന വല്ല വക്കീലന്മാരും കോടതി വന്നിരുന്നെങ്കിൽ ജാമ്യം കിട്ടിയന്. ആ, അതെങ്ങനെ? അച്ഛൻ സിത്തുമോൻ കൊണ്ടുവരുന്ന വക്കാലത്ത് കള്ളാസല്ലേ ഒപ്പിടൂ. സിദ്ധു ജാമ്യം എടുത്തോളും. പിന്നെ ജഡ്ജിയുടെ ചേംബറിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കല്ലേ നാനാവരണത്തിലുള്ള ജാമ്യങ്ങള്. ബൊഫേ സിസ്റ്റമാ, ആവശ്യക്കാർക്ക് എടുത്തോണ്ട് പോവാം. ഞാൻ നിന്നോടല്ല സംസാരിച്ചത്. സിദ്ധാർത്ഥന്റെ മാഹാത്മ്യം പറയാനാണോ ദേവിക ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ, അങ്ങോട്ട് പറഞ്ഞുകൊടു. വേണമെങ്കിൽ ഭക്ഷണം എടുത്ത് വയറ് നിറച്ച് കഴിക്ക്. എന്നിട്ട് സുഖമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കെ. വിശപ്പ് കെട്ടതും ഉറക്കം പോയതും ഒക്കെ എനിക്കാണല്ലോ. മുറിവിന് മീതെ മുളക് പുരട്ടുന്ന പോലെയാ എന്നോടുള്ള അമ്മയുടെ ഇപ്പോഴത്തെ വാക്കുകൾ. സാരില്ല, അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അതോർത്ത് ഞാൻ സമാധാനിച്ചോളാം. വയറൊട്ടും നിറഞ്ഞില്ല. കറികളൊന്നും കൊള്ളൂല.